ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഉത്സവകാല വിൽപ്പനയ്ക്ക് തിരശീല വീണെങ്കിലും GST പരിഷ്കരണത്തിൽ മുന്നേറ്റം തുടർന്ന രാജ്യത്തെ വാഹന വിപണി. നവംബറിൽ 3,94,752 കാറുകളാണ് രാജ്യത്ത് വിറ്റത്. കാറുകളുടെ റീറ്റെയിൽ വിൽപ്പനയിൽ 19.7% മുന്നേറ്റമുണ്ടതായി വാഹന ഡീലർഷിപ്പുകളുടെ കൂട്ടായ്മയെ ഫാഡ വ്യക്തമാക്കി. GST ഇളവും വിവാഹ സീസൺ തുടങ്ങിയതും ജനപ്രിയ മോഡലുകൾക്ക് ലഭ്യത ഉയർന്നതും വിപണി നേട്ടമായി ഫാഡ പ്രസിഡന്റ് CS വിഘ്നേശ്വർ പറഞ്ഞു. ഡീലർഷിപ്പുകൾക്കുള്ള വാഹനങ്ങളുടെ സ്റ്റോക്ക് 53 മുതൽ 55 ദിവസമായിരുന്നത് 44 മുതൽ 46 ദിവസം വരെയായി കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. നവംബറിൽ 3,94,152 കാറുകളാണ് രാജ്യത്താകെ വിറ്റഴിഞ്ഞത്. 2024 നവംബറിൽ ഇത് 3,29,253 എണ്ണമായിരുന്നു. അതേസമയം ഒക്ടോബറിലെ 5.54 ലക്ഷത്തേക്കാൾ നവംബറിൽ 28.88% വിൽപ്പന കുറഞ്ഞു. നവംബറിൽ ഇരുചക്രവാഹന വിൽപ്പന 3.1%, നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുടെ വിൽപ്പനയിൽ 16.5% കുറവുണ്ടായി. എന്നാൽ വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പന 19.94%, മുച്ചക്രവാഹനങ്ങൾ 23.67%, ട്രാക്ടർ 56.55% എന്നിങ്ങനെ വിൽപ്പന വളർച്ച സ്വന്തമാക്കി. നവംബറിൽ 25.46 ലക്ഷം ഇരുചക്രവാഹനങ്ങൾ നിരത്തിലെത്തി. മുച്ചക്രവാഹനങ്ങൾ 1.34 ലക്ഷമാണ്. ട്രാക്ടർ വിൽപ്പന ഒക്ടോബറിലെ 73,577 എണ്ണത്തിൽ നിന്ന് 1,26,033 കൂടി. മൊത്തം വാഹന വിൽപ്പനയിൽ നവംബറിൽ 2.14% വർധന. ആകെ 33 ലക്ഷം വാഹനങ്ങൾ നവംബറിൽ നിരത്തുകളിലെത്തി. ഒക്ടോബറിൽ ഇത് 40.24 ലക്ഷം. 2024 നവംബറിൽ 32.31 ലക്ഷവുമായിരുന്നു. ഒക്ടോബറിനെ അപേക്ഷിച്ച് നവംബറിൽ 17.97% വിൽപ്പന കുറഞ്ഞു. ഉത്സവ സീസൺ അവസാനിക്കുന്നതോടെ നവംബറിൽ വിൽപ്പന കുറയുകയായിരുന്നു പതിവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോണുകളിൽ ക്രോം ഉപയോഗിക്കരുതെന്ന് ആപ്പിൾ. സുരക്ഷാ മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് ആപ്പിൾ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഐഫോൺ ഉപയോക്താക്കൾ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കരുതെന്ന് ആപ്പിൾ നിർദ്ദേശിച്ചു. ഗൂഗിളിന്റെ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി ആപ്പിളിന്റെ സ്വന്തം സഫാരി ബ്രൗസർ ഉപയോഗിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വെബ്സൈറ്റുകൾ വഴി ഉപയോക്താക്കളെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള പുതിയ മാർഗമായ ഫിംഗർ പ്രിന്റിൽ നിന്ന് സഫാരി ബ്രൗസർ ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു എന്നും പരസ്യദാതാക്കളെയും വെബ്സൈറ്റുകളെയും സഫാരി തടയുന്നുവെന്നും ആപ്പിൾ പറയുന്നു. ആപ്പിളിന്റെ വിശദീകരണത്തെക്കുറിച്ച് വിശദമായി അറിയാം. ആപ്പിളിന്റെ ഈ മുന്നറിയിപ്പ് ഫിംഗർ പ്രിന്റിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കഴിഞ്ഞ വർഷം ഉയർന്നുവന്ന ഒരു ട്രാക്കിംഗ് രീതിയാണ് ഫിംഗർ പ്രിന്റിംഗ്സ്. ഈ സാങ്കേതികവിദ്യ ഒരു ഉപയോക്താവിന്റെ ഉപകരണത്തിൽ നിന്ന് വിവിധ ഡാറ്റ ശേഖരിച്ച് ഒരു പ്രൊഫൈൽ സൃഷ്ടിക്കുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യദാതാക്കൾക്ക് വെബിലുടനീളം ഉപയോക്താവിന് ടാർഗറ്റ് ചെയ്ത പരസ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്നും ആപ്പിൾ പറയുന്നു. കുക്കികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഒരു ഓപ്റ്റ് ഔട്ട് ഓപ്ഷനുമില്ല. മാത്രമല്ല, പ്രവർത്തനരഹിതമാക്കാൻ കഴിയാത്ത ഈ രഹസ്യ സാങ്കേതികവിദ്യയുടെ വിലക്ക് ഗൂഗിൾ നീക്കിയതിനാൽ ഈ വർഷം ഡിജിറ്റൽ ഫിംഗർ പ്രിന്റിംഗ് പ്രത്യേകിച്ച് അപകടകരമാണെന്നും അതുകൊണ്ട് ഇത് വളരെയധികം ആശങ്കാജനകമാണെന്നും ആപ്പിൾ പറയുന്നു. അതേസമയം ഈ സിഗ്നലുകളെ തടയുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിൽ ആപ്പിൾ ഒറ്റയ്ക്കല്ല. മോസില്ല ഫയർഫോക്സും സമാനമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉപകരണത്തിൽ ഫിംഗർ പ്രിന്റുകൾ രേഖപ്പെടുത്താൻ കഴിയുമോ അതോ നിങ്ങളുടെ ഐഡന്റിറ്റി മറയ്ക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. AI അധിഷ്ഠിത ട്രാക്കിംഗ് പ്രതിരോധം, സ്വകാര്യ ബ്രൗസിംഗ് തുടങ്ങിയവയിലൂടെ സഫാരി സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ആപ്പിൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ IT മേഖല തിരിച്ചുവരവിന്റെ പാതയിൽ. IT സേവനങ്ങൾക്ക് AI അധിഷ്ഠിത വളർച്ച ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. HDFC സെക്യൂരിറ്റീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 6 പാദങ്ങളിലായി പ്രമുഖ IT കമ്പനികൾ നേടിയ ഡീലുകളിൽ 74% AI അധിഷ്ഠിത പദ്ധതികളാണ്. ജനറേറ്റീവ് AI, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ എന്നിവയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിനെ നയിക്കുന്നത്. TCS, ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ തുടങ്ങിയ എല്ലാ വലിയ കമ്പനികളുടെയും വലിയ പ്രോജക്ടുകൾക്ക് പിന്നിൽ ഇപ്പോൾ AI ആണ് ശക്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2027ഓടെ IT സേവന മേഖലയിൽ 7.7% വളർച്ച പ്രതീക്ഷിക്കാം. ബാങ്കിംഗ്, നിർമ്മാണം, റീറ്റെയിൽ, ഹെൽത്ത് കെയർ തുടങ്ങി പല മേഖലകളിലും AI ആവശ്യകത വൻതോതിൽ ഉയരുന്നു. ആഗോളതലത്തിൽ AI നിക്ഷേപങ്ങൾ വേഗത്തിൽ വർദ്ധിക്കുന്നതും ഇന്ത്യയിൽ ക്ലൗഡ് ഡാറ്റാ സെന്റർ വിപുലീകരണവുമാണ് ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. അതേസമയം ഈ മേഖലയിൽ വെല്ലുവിളികളും ഉണ്ട്. AI അധിഷ്ഠിത സേവനങ്ങൾ വേഗത്തിൽ വളരുമ്പോഴും പരമ്പരാഗത IT സർവീസുകൾ ഇപ്പോഴും മന്ദഗതിയിലാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും മേഖലയെ ബാധിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം വ്യക്തം, 2026 മുതൽ ഇന്ത്യൻ IT മേഖലയിൽ AIയുടെ മഹാ തിരിച്ചുവരവ് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.